ഹായ്, വെൽക്കം ബാക്ക് ടു വിദ്യ വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ മുറ്റത്തെല്ലാം വെള്ളമായി ഗൈസ്. എൻ്റെ വീടിൻ്റെ പുറകിൽ കണ്ടമാണേ. അതേപോലെ തന്നെ വീടിരിക്കുന്ന സ്ഥലം ഇച്ചിരി താഴ്ന്നതായതുകൊണ്ടും നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്ത് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പോത്തുംകുട്ടികളാണ് ഉള്ളത്. അതിനെ കണ്ടത്തിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് അച്ഛനും ചേട്ടനും കൂടെ അതുങ്ങളെ അയച്ച് റോഡിൻ്റെ അപ്പുറത്തെ പറമ്പിൽ കെട്ടാനായിട്ട് പോവാണേ. അതേപോലെ അമ്മ അവിടെ വിറകെല്ലാം താഴ്ന്നു കിടന്ന വിറകെല്ലാം എടുത്ത് മണ്ടയ്ക്ക് വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മുറ്റത്തോട്ട് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയില്ല. കാരണം എനിക്ക് നല്ല പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിൽ കണ്ണട്ടയുണ്ട്. കണ്ണട്ട പിടിക്കുമ്പോൾ എന്താ ഒരു അറപ്പും എന്തോ ഒരു എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കരയ്ക്ക് തന്നെ നിന്നിട്ട് എന്താണോ സഹായിക്കാനുള്ള അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. എല്ലാം എൻ്റെ ചേട്ടൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ശേഖരണങ്ങളാണ് എല്ലാ ചെടികളും. വെറൈറ്റി എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. അതിനെല്ലാം നമ്മൾ താഴത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് നമ്മൾ അതിനെല്ലാം എടുത്ത് വീടിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവുക. കാരണം വെള്ളം കയറിയാൽ അറിയാമല്ലോ, ഇതെല്ലാം മുങ്ങി ചീത്തയായിപ്പോവും. അതിന് മുന്നേ നമ്മൾ ഈ ചെടികളെല്ലാം എടുത്ത് മണ്ടയ്ക്ക് അടുക്കി വെക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഫ്രണ്ടിൽ മുറ്റം ദണ്ട സൈഡ് വരെയൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കയറാൻ ഇനിയും. ഇങ്ങനെ മഴ പെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീടിനകത്തും വെള്ളം കയറും. ഇനി 2-3 മാസത്തേക്ക് നമുക്ക് ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. വെള്ളം കയറും ഇറങ്ങും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതിപ്പം 1ാമത്തെ വെള്ളപ്പൊക്കമാണ് നമുക്ക് വന്നത്. ഇനിയുണ്ട് ഈ 2-3 മാസം കൊണ്ട് ഇനി വെള്ളമായിരിക്കും നമുക്കിവിടെ ഫുള്ള്. അങ്ങനെ ചെടികളെല്ലാം നമ്മൾ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ആകെ ഈ നിശാഗന്ധി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെടികളെല്ലാം മുകളിൽ കയറ്റി അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ എല്ലാവരും ഓരോ ഒതുക്കിപ്പറക്കത്തിലാണ്. അമ്മ വിറകടുക്കുന്നു. അച്ഛനൊക്കെ ആണെങ്കിൽ താഴെ നമുക്ക് 2 മഹാഗണി ഉണ്ടായിരുന്നു. അത് ഇന്നലെയാണ് വെട്ടിയത്. അപ്പോൾ അതിൻ്റെ ശിഖരങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം അവർ കോതി മാറ്റുക. ഇനിയിപ്പം വെള്ളപ്പൊക്കമൊക്കെ അല്ലേ, അപ്പം അത് ഒഴുകി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അവർ വൃത്തിയാക്കി ഒതുക്കി പറക്കി വെക്കുക. നമ്മുടെ ഇവിടെയെന്ന് വെച്ചാൽ എന്നാ പറയണ്ടേ, ഞാൻ ഇവിടെ വന്നിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെടികളെല്ലാം മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.